ഫ്രണ്ട്സ്, നമ്മുടെ മാർക്കറ്റ് ക്രാഷ് ആവാൻ പോവാണ്. അതും ഈ വരുന്ന മാർച്ച് 2024 ചിലപ്പോൾ ഫെബ്രുവരി അവസാനം സംഭവിക്കാം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഈ പറയുന്ന മനുഷ്യൻ പറഞ്ഞതാ. March 2024, biggest crash is coming. And the guys with the ETFs and mutual funds and all that, they're going to stand over and bend up and kiss their ass goodbye. I wrote this book here, Who Stole My Pension? In 1974, America said to my generation, you no longer have a pension. You have to have what's called a defined contribution. So my generation, the old guys, I'm 76 years old. We have no money set aside for retirement, and the biggest crash in history is still coming, March 2024. And all those baby boomers who followed their financial planner's advice of the 60-40 equities, 40% bonds, how fucking stupid can you be? And they're going to get toasted March 2024. And I wrote about it in this book here, Rich Dad's Profits. കേട്ടോ, സംഭവം ശരിയാണെന്ന് എനിക്കും തോന്നി. കാരണം ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരു വലിയ ബബിൾ പോലെ, ഒരു കുമിള പോലെ എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഇതുവരെ നിഫ്റ്റി 17% കൂടുതലാണ് ഗ്രോത്ത് തന്നിരിക്കുന്നത്. ഇത്ര കുറഞ്ഞ കാലയളവിൽ ഇത്രയും വലിയ റിട്ടേൺ തരാന്ന് പറഞ്ഞാൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നില്ലേ? ശരിക്കും ഇത്രയും വലിയ റിട്ടേൺ കണ്ടിട്ട് എനിക്ക് പേടിയാണ് ഉണ്ടായത്. ആൻഡ് നൗ നമ്മുടെ NSEയും നിഫ്റ്റിയൊക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവായ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നാസ്ഡാക്ക് മാത്രമാണ് ഇപ്പോൾ മുമ്പിലുള്ളൂ. ആൻഡ് കൂടാതെ മറ്റ് 2-3 കാരണങ്ങൾ കൂടി ഉണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഭയം തോന്നാനായിട്ട്. ഒന്ന്, ഈ വരുന്ന 2024 ഏകദേശം 70-80 രാജ്യങ്ങളിൽ ഇലക്ഷൻ വരാമുണ്ട്. സോ മാർക്കറ്റിന് ഇഷ്ടമല്ലാത്തൊരു പാർട്ടിയാണ് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓഫ് കോഴ്സ് ആ രാജ്യങ്ങളിലൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് തിങ്, വാർ. ഇപ്പൊ തന്നെ ഒത്തിരി രാജ്യങ്ങൾ, നമ്മൾ റഷ്യ, ഉക്രൈൻ പോലുള്ള ഒത്തിരി ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടക്കുന്നു. ഇനിയും ഒത്തിരി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ 2024 ഒരു യുദ്ധത്തിന്റെ വർഷമാകുമെന്നുള്ളൊരു പേടിയും കൂടെയുണ്ട്. ആൻഡ് ഇതിനൊക്കെ പുറമെ ഒത്തിരി ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും കോവിഡ് പോലുള്ള പാൻഡമിക്കും നമ്മൾ എനി ടൈം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന കാരണങ്ങളൊക്കെ കൂടി നോക്കുമ്പോൾ മാർക്കറ്റ് 2024 പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന 1-2 മാസത്തിനുള്ളിൽ ഒരു ബിഗ് ക്രാഷ്, അതായത് ഇതുവരെ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്രാഷ് വരാൻ പോകുന്നുണ്ടെന്നുള്ള സൂചന ഒത്തിരി ഇടങ്ങളിൽ നിന്നും ഒത്തിരി എക്സ്പേർട്ടുകളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്നെ പോലെ നിങ്ങളും സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ എന്നെ പോലെ നിങ്ങൾക്കും ഉറപ്പായിട്ടും പേടി വരാം. സോ ന്യൂ ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് ലംസം എമൗണ്ട്, അത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കുകളിലാണെങ്കിലും, ഇവൻ എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും വലിയ ലംസം എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇതിനൊരു തീരുമാനമായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് SIP ഒക്കെ കണ്ടിന്യൂ ചെയ്യാം, ബിക്കോസ് SIP ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സംഭവമാണ്, ഒരു ലോകാത്ഭുതം എന്ന് തന്നെ പറയാം. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലൊരു SIP ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ SIPകൾ തുടങ്ങാൻ, അത് സ്റ്റോക്കിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും എന്തിലാണെങ്കിലും SIP മോഡൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങാം. ഒരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് നിലവിൽ വലിയൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളായി നിങ്ങളുടെ തീരുമാനമായി നിങ്ങളുടെ യുക്തിക്ക് അനുസരിക്കുന്ന രീതിയിൽ ചെയ്യാം. ബിക്കോസ് ഞാനൊരു സാധനം സെല് ചെയ്യാൻ പറഞ്ഞ് ഇനി എൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാർക്കറ്റ് സെല്ലിംഗ് ഉണ്ടാക്കണ്ട. ഈ വരാൻ പോകുന്ന പ്രശ്നങ്ങൾക്കിടയിലും എൻ്റെ അടുത്തൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒരു പരിഹാരമുണ്ട്. അതെന്താണെന്ന് അറിയാൻ നമ്മുടെ ചാനലിൽ അടുത്ത വരാൻ പോകുന്ന വീഡിയോ മസ്റ്റായിട്ടും കാണാം. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് ഇത്തരം മാർക്കറ്റ് ക്രാഷിനൊക്കെ തരണം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ട്രാറ്റജി, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് വിത്ത് മന്ത്ലി ഒരു റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ട്രാറ്റജിയുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഒരു പൈസ മുടക്കില്ലാതെ ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞെത്തും. ബൈ.